ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും തന്നെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും അല്ലെ. വ്യത്യസ്തമായ ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തകളെയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റണം അല്ലെ. ആ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു റീഫ്രെയിമിങ് വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം മാറേണ്ടത് എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത്, നമുക്ക് മനോഹരമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത് എത്രയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ഹലോ ഹലോ ഹലോ, ടൈപ്പ് ചെയ്യാവോ? നിങ്ങൾക്ക് ഇത് എത്രയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? 6. കുറെ ആൾക്കാർ 9 എന്ന് പറയുന്നുണ്ട്, കുറെ ആൾക്കാർ 6 എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതായിരിക്കും ശരി? ഓക്കെ, ജസ്റ്റ് ബിക്കോസ് യു ആർ റൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിയായിരിക്കാം, പക്ഷെ എന്താണ്, ഞാൻ എന്തല്ല ഒരിക്കലും ഒരു റോങ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചയിൽ അല്ലെ, അതിലൂടെ റെഫർ ചെയ്യുന്നതിലൂടെയുള്ള ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഞാൻ എന്തായാലും PPT ഷെയർ ചെയ്യുന്നില്ല, കാരണം ഇൻ കേസ് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എങ്ങനെയാണ്? നമ്മുടെ കാഴ്ചപ്പാടിനെ നമുക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. നമ്മുടെ കാഴ്ചപ്പാട് ഒരു മോശം കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളെ നമുക്ക് മോശമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കാഴ്ചപ്പാടിൽ കാണുന്ന എല്ലാ കാര്യത്തിലും അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കാൻ നോക്കുക. ഓക്കെ, നമുക്കിപ്പോ 4G റിവോൾവ് വന്നിട്ടുണ്ട്. 4G റിവോൾവില് നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിങ്കിങ് ഒക്കെ ടോട്ടലി ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഈ ഒരു 2026 എന്ന് പറയുന്ന വർഷം ഞാൻ നേരിടുന്നുണ്ടെങ്കിൽ, ആ ഒരു വർഷത്തെ ഞാൻ നേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു 2026 എൻ്റെ മുഴുവൻ പ്രശ്നങ്ങളെയും തീർക്കാൻ, എൻ്റെ മുഴുവൻ ചലഞ്ചുകളെയും തീർക്കാൻ പാകത്തിലുള്ള ഒരു കാര്യമാണ് Coin4Gന്റെ രണ്ടാമത്തെ പ്രോഗ്രാം ആയിട്ടുള്ള റിവോൾവ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വ്യക്തികളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ചിന്തയെ അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് ആദ്യമായി പറഞ്ഞുകൊണ്ട് എന്തായാലും ഞാൻ തുടങ്ങുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്? വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പ്രയോജനപ്പെടുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്താണ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്, എന്തിനെയാണ് നമ്മൾ റീഫ്രെയിമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമുക്ക് അറിയാം, നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത്, നമുക്ക് ഓരോ കാര്യങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓരോ കാര്യങ്ങളെയും റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാവും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെയാണ് നമ്മൾ കൃത്യതയോടുകൂടി വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോ ഇറ്റ്സ് നോട്ട് വാട്ട് ഹാപ്പൻസ് വിത്ത് യു, ബട്ട് ഹൗ യു സീ ഇറ്റ് ദാറ്റ് ഡിഫൈൻസ് യു. അതായത് നമ്മൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കില്ല, പ്രത്യേകിച്ചൊരു മാറ്റങ്ങളും സംഭവിക്കില്ല. പക്ഷെ ആ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അല്ലെ. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ വ്യക്തികളും മാറുക എന്നുള്ളതാണ്. അപ്പോൾ റീഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ടാവും അല്ലെ, ഒരുപാട് പരാജയങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവും. നമ്മൾ ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള
മേഖലയിൽ ഒരുപാട് മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പരാജിതരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒന്നും നമുക്ക് ഒരു സംതൃപ്തി കിട്ടാത്തത് കൊണ്ട് ആ ഒരു കാരണത്താലെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, തീർച്ചയായിട്ടും കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, മുൻകാലങ്ങളിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളെയൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് എടുക്കേണ്ടത്? ആ അനുഭവങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് എടുക്കേണ്ടത്? നെഗറ്റീവായിട്ടാണോ എടുക്കേണ്ടത്? നമുക്ക് മുൻകാലങ്ങളിൽ ചിലപ്പോ ഒരുപാട് തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ നഷ്ടങ്ങൾ ചിലപ്പോ നമ്മൾ അറിയാത്ത മേഖലയില് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് ആ പരീക്ഷണത്തിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പരാജിതരായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ? ആ ഒരു പരാജയത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് എന്റെ പരാജയമല്ല, എനിക്കിതില് ഒരു നല്ലൊരു പാഠം പഠിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊതുവെ പറയാറുണ്ട്, ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിരുന്ന മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തിൽ ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ നല്ല പെർഫോമറൊക്കെ ആയി വന്നു, നല്ല രീതിയിൽ വരുമാനമൊക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ചില മിസ്റ്റേക്കുകൾ കാരണം, എൻ്റെ ചില അപാകതകൾ കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അവിടെ ഫെയിലർ ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഫെയിലറിൽ ഞാൻ തളർന്നു പോയിട്ട് ഞാൻ ഇതിലേക്കൊരു കമ്മിങ് ബാക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്ന് ഈ പറഞ്ഞിരുന്ന ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റോ അല്ലെങ്കിൽ എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് മെമ്പർ ആവാനോ ഉള്ള ഒരു അവസരം എന്ത് ചെയ്യുമായിരുന്നില്ല, എനിക്ക് ലഭിക്കുമായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് പിന്മാറിയത് കൊണ്ടല്ല, ആ പരാജയത്തിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാഠം പഠിച്ചത് കൊണ്ടാണ് അല്ലെ? കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരാജയം സംഭവിക്കുന്ന സമയത്ത് ആ പരാജയത്തിൽ നിന്ന് നമ്മൾ ഒരു പാഠം ഉൾക്കൊണ്ടത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഈ ഒരു നിലയിൽ എത്താൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ബാഡൻ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് കമ്പനികളിൽ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അതിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലോസസ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങൾ ആ ഒരു രീതിയിൽ അവിടെ പഠിച്ചത് കൊണ്ടാണ്, ആ ഒരു മേഖലയിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ്, അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മികച്ച പാഠമാണ്. എന്ത് പാഠമാണ് കിട്ടിയിട്ടുള്ളത്? എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം അല്ലെ? എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് അല്ലെ, അറിവിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി എന്താവുക, കുറച്ചുകൂടി പവർഫുൾ ആവുന്നത്. അറിവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം ചെയ്തു വെച്ച അപകടത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞു, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു അറിവിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ മെറ്റാഫോഴ്സിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു, കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെ പഠിക്കാൻ ശ്രമിച്ചു. ആ പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇന്ന് നല്ല രീതിയിലൊരു പെർഫോമർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തികളും ഒരുപാട് ഭാഗത്ത് ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തുണ്ട്, വിജയിക്കാനുള്ള ഏറ്റവും മികച്ചൊരു അവസരം തരുന്നുണ്ട്. ഇവിടെ എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഏറ്റവും മികച്ചൊരു അവസരം തരുന്നുണ്ട്. ആ ഒരു അവസരത്തെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മുതലെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലീഡേഴ്സിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇപ്പൊ വരാനിരിക്കുന്ന ഫോർജ് റിവോൾവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആറ്റം ബോംബിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് ഈ ഒരു നവംബറിൽ ഇന്ന് നമ്മൾ 9-ാം തീയതിയിലാണ് നിൽക്കുന്നത്, 8-ാം തീയതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു നവംബർ മാസത്തിൽ നമുക്കുള്ള എത്ര ദിവസമാണ് ബാക്കിയുള്ളത്? നമ്മൾ ഒരു 8-ാം തീയതിയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നവംബറിൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് എത്ര ദിവസമാണ്? ഹലോ, ടൈപ്പ് ചെയ്യാവോ? നിങ്ങൾ എത്ര പേര് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒരു 22 days നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കി നിൽക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2026 എന്ന് പറയുന്ന 2025 എന്ന് പറയുന്ന ഈ ഒരു വർഷം ഫിനിഷ് ആവുമ്പോൾ, ഡിസംബർ 31 എന്ന് പറയുന്ന ദിവസം ഫിനിഷ് ആവുന്ന സമയത്ത് നമുക്ക് മുന്നിൽ ഈ ഒരു 2025 എത്ര ദിവസങ്ങളുണ്ട്? നമുക്ക് മുന്നിൽ ഈ ഒരു 2025 എത്ര ദിവസങ്ങളുണ്ട് നമുക്ക് മുന്നിൽ? ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 53 days നമുക്ക് എന്തുണ്ട്, നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് അല്ലെ?
നമ്മുടെ 4G റിവോൾവ് മേ ബി ഒരു 1 വീക്കിനകത്തൊക്കെ നമുക്ക് മേ ബി അത് പ്രതീക്ഷിക്കാവുന്ന ലെവലിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു 4G റിവോൾവിനെ മാക്സിമം നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു 53 ഡേയ്സിനുള്ളിൽ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള മിറാക്കിൾ സൃഷ്ടിക്കാൻ പറ്റുന്നുള്ള കാര്യം 100% ഷുവറാണ്. ഓക്കെ, ഈ ഒരു 53 ഡേയ്സ് നമുക്ക് മുന്നിലുണ്ടെങ്കിൽ നമ്മൾ 2026 ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുള്ള വ്യക്തികളായിട്ടായിരിക്കും. ഓക്കെ, അത് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്രൊജക്റ്റിനെ മാക്സിമം നെഞ്ചോട് ചേർത്ത് ഏറ്റുപിടിച്ചിട്ടുള്ള നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള റഫറലുകളെ വെച്ച് ആ ഒരു റഫറലുകളെ ബിൽഡ് ചെയ്തിട്ടുള്ള ഡെപ്തിലേക്ക് നോക്കാതെ പണിയെടുത്തിട്ടുള്ള, അല്ലെ, നമ്മൾ സാധാരണ രീതിയിൽ പലരും ചെയ്യുന്ന കാര്യമുണ്ട്, എനിക്ക് 5 ലെവലിൽ നിന്ന് മാത്രമേ വരുമാനം കിട്ടുള്ളൂ ഏതില് 4G റൈസിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മാക്സിമം നമ്മുടെ 5 ലെവലിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യാറുള്ളൂ. പക്ഷേ അന്നും ഒരുപാട് ലീഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് അടക്കമുള്ള ഒരുപാട് ലീഡേഴ്സ് വരുമാനം പോലും നോക്കാതെ തഫ്സീന മേഡത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ ഡെപ്തിൽ പോയിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ പണിയെടുത്തതിനുള്ള റിസൾട്ട് കിട്ടാൻ പോകുന്നത് ഈ ഒരു 4G റിവോൾവ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയാണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് 4G റിവോൾവ് തരുന്നുണ്ടെങ്കിൽ ആ ഒരു അവസരത്തെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റീഫ്രെയിം ചെയ്യുക. ഓക്കെ, അതിലേക്ക് വേണ്ടി നമ്മൾ റീഫ്രെയിം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള അവസരമാണ്. ഓക്കെ, ദ പവർ ഓഫ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന്റെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിയാലിറ്റി എപ്പോഴും അങ്ങനെയാണ്, ന്യൂട്രൽ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ 6 ആണോ 9 ആണോ എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് 6 ആണോ 9 ആണോ എന്നുള്ളതാണ്. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ അവരവരുടെ പെർസ്പെക്റ്റീവില്, അവരവരുടെ കാഴ്ചപ്പാടില് അതിനെ എങ്ങനെ നോക്കി കാണുന്നോ അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം അതിനെ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് അതിനെന്ത് ചെയ്യുക, അതിനെ മീനിങ് ഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള, നിങ്ങൾക്ക് ഈ ഒരു 4G റിവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെന്റിൻ്റെതാണ്, ഒരുപാട് വരുമാനം ലഭിക്കേണ്ടതാണ്. ഈ ഒരു 53 ഡേയ്സിനുള്ളിൽ ഞാൻ 100% ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ഈ ഒരു 53 ഡേയ്സിനുള്ളിൽ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു $15 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം 4G റിവോൾവിൽ ഉണ്ടെങ്കിൽ ഒരു $40, അതുപോലെ തന്നെ ഒരു $90, ഒരു $190, ഒരു $390, ഒരു $790, ഒരു $1590, ഒരു $3090 നമുക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു 8 സ്മാർട്ട് കോൺട്രാക്റ്റുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ടെർമിനൽ 3 എന്ന് പറയുന്നതിൽ നമുക്കറിയാം ഒരു 80% വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കുന്നതിനേക്കാൾ ഒരുപാട് ഇരട്ടി വരുമാനം സമ്പാദിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ. എല്ലാവരും പറയുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 5000 രൂപയെങ്കിലും നമുക്ക് വേണ്ട ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് എന്നുള്ളത്, അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ള അവസരത്തെ നിങ്ങൾ കൃത്യതയോടുകൂടി ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു 4G റിവോൾവിലൂടെ വന്നു ചേർന്നിട്ടുള്ളത്. അതിനെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും ഞാൻ പറയുന്നു ആ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന സാധനത്തെ, ഇപ്പൊ നിങ്ങളിൽ പലരും ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവും, അല്ലെ. ചെയ്യണോ വേണ്ടേ എന്നുള്ള ആ ഒരു ന്യൂട്രലിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 100% ഞാൻ പറയുന്നു, നിങ്ങളുടെ പെർസ്പെക്റ്റീവില്, നിങ്ങളുടെ കാഴ്ചപ്പാടില് നിങ്ങൾ ഈ ഒരു 4G റിവോൾവിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറായി കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവും. മറിച്ച് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്താണ്, നിങ്ങൾക്ക് ഇവിടെ
വലിയ രീതിയിൽ ഒരു റിഗ്രറ്റ് അടിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളും മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഇപ്പൊ തന്നെ എന്റെ വാലറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? USDT. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫസ്റ്റ് ഡേയില്, ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ആ ഒരു ഐഡി അടിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് മാറണം. കാരണം എന്താണ്? എനിക്കിവിടെ ഫോർജ് റിവോൾവിലൂടെ കിട്ടുന്ന വരുമാനം മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികളും ഫോക്കസ് ചെയ്യേണ്ടത് ഫോർജ് റിവോൾവിലൂടെ കിട്ടുന്ന വരുമാനം മാത്രമല്ല. നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ ആ ഒരു ലെവലിലേക്ക് അവരൊരു 8 ലെവൽ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഫോർജ് റിവോൾവിലും ആ ഒരു 6 ലെവൽ കോൺട്രാക്ട് ഫോർജ് റൈസിലും ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവർക്കൊരു 20% റോയാലിറ്റി കിട്ടുന്ന വ്യക്തികളാക്കി മാറ്റാൻ വേണ്ടി അവരുടെ താഴേക്ക് ഒരു 5 പേരെയെങ്കിലും ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഓരോ വ്യക്തിയെ നമ്മൾ റോയാലിറ്റി അച്ചീവേഴ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ശ്രമിക്കുക. ആ ഒരു രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ടാവും? നല്ല രീതിയിൽ വരുമാനം കിട്ടും. നമ്മൾ ശരിക്കും പറഞ്ഞാല് പൈസക്ക് വേണ്ടി പണിയെടുക്കരുത്. ഇവിടെയുള്ള ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇവിടെയുള്ള ഒരുപാട് ലീഡേഴ്സ് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഒരിക്കലും പൈസ നോക്കിയിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനം നോക്കിയിട്ടല്ല ഒരിക്കലും പണിയെടുത്തുകൊണ്ടിരുന്നത്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ പണിയെടുക്കേണ്ടത് പൈസക്ക് വേണ്ടി ആവരുത്. ഇവിടെ നമ്മൾ പണിയെടുക്കുന്നത് നമ്മളെ വിശ്വസിച്ച് വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കണം. ഇവിടെ വന്നിരിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും ആ ഒരു കൃത്യമായിട്ട് ആ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് വിജയിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെ? നമ്മൾ കൊടുക്കുന്ന സർവീസ് എന്താണോ ആ സർവീസിനെ നമുക്ക് വളരെ മികച്ചതാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ, അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഒരു റെസ്റ്റോറന്റ് നമ്മൾ ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു റെസ്റ്റോറന്റിനകത്ത് നമ്മൾ വില നോക്കാതെ പലരും കയറി പോവാറുണ്ട് അല്ലെ? നമ്മളൊക്കെ പല റെസ്റ്റോറന്റിനകത്ത് നമ്മൾ വില നോക്കാതെ കയറി പോവാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? അവർ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് സർവീസ് ആണ്. അവർ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് സർവീസ് എന്താണ്? അവരുടെ ഹോസ്പിറ്റാലിറ്റി ആണ്, അവരുടെ ഫുഡിന്റെ കാര്യങ്ങളാണ്, അവർ കൊടുക്കുന്ന ആ ഒരു പ്രൈസ്. നമ്മൾ ശരിക്കും പറഞ്ഞാല് പലയിടങ്ങളിലും നമ്മൾ പോയാൽ പ്രൈസിങ് നോക്കാറില്ല. കാരണം എന്താ? അവർ തരുന്ന ഹോസ്പിറ്റാലിറ്റിയും അവർ തരുന്ന ആ ഒരു ഫുഡിന്റെ ക്വാളിറ്റിയും നമുക്ക് അതിലാണ് നമ്മൾ അട്രാക്ട് ആവുന്നത്. ആ ഒരു കാര്യത്തിൽ അട്രാക്ട് ആവുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ പൈസയുടെ കാര്യം നോക്കാറില്ല. ശരിയല്ലേ? അതുപോലെ തന്നെ നമ്മളാണ് ആ ഒരു റെസ്റ്റോറന്റിന്റെ ഓണർ എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാല്, നമുക്ക് നല്ല രീതിയിൽ ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാല്, അതിലൂടെ അതിനെ ഒരുപാട് പേര് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു റെസ്റ്റോറന്റിലേക്ക് വരും. ഇപ്പൊ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് ഒരു ചോറും മീനും എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കലും അതിന്റെ ഒരു പ്രൊമോഷൻ അല്ല, പക്ഷെ ആ ഒരു ചോറും മീനും എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ ഭയങ്കര തിരക്കാണ്. അവർ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടും അവർ കൊടുത്തിട്ടുള്ള ആ ഒരു സർവീസും അവർ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയും ആണ് എന്ത് അവിടേക്ക് അന്യദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാരെ എത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അതിന് വേണ്ടിയിട്ടുള്ള വരുമാനം അവർക്ക് കൃത്യതയോടുകൂടി കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ട് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയിട്ടുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ കാണേണ്ടത് അവർക്കുള്ള ഒരു സർവീസ് കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടിയിട്ടായിരിക്കണം. അവരെ നമ്മൾ സക്സസ് ആക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. നമ്മളിവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എംപവർമെന്റ് അല്ലെ, ആ ഒരു എംപവർമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനുള്ള അർത്ഥങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്കിവിടെ ശാക്തീകരിക്കേണ്ടത് ആരെയാണ്? നമുക്കിവിടെ വളർത്തിയെടുക്കേണ്ടത് ആരെയാണ്? നമ്മളെ വിശ്വസിച്ച് കൂടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, ആ ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 100% ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ വേറെ ലെവല് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കാരണം ഫോർജ് റൈസിനകത്ത് നമ്മൾ പറയാണ് അതിന്റെ ലെവലിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയ ആദ്യത്തെ ലെവലിൽ നിന്ന് ടോപ്പായിട്ട് ഒരു $240 തൊട്ട് താഴെ നിന്ന് നമുക്ക് അതിന്റെ ഒരു $1500 $1200 കിട്ടുന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്കൊരു $6000 കിട്ടുന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്കൊരു $30000 കിട്ടുന്നുണ്ടെങ്കിൽ, അതിന്റെ 5ാമത്തെ ലെവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് $1.5 ലക്ഷം അടക്കം 1,00,000 സംതിങ് $87,440 നമുക്ക് അവിടെ വരുമാനം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ? പക്ഷെ ഫോർജ് റിവോൾവിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും ചിന്തിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് വേണ്ടി അവിടെ എന്തുണ്ട്? കാത്തിരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒറ്റ തവണയാണ് ഫോർജ് റൈസിനകത്ത് നമുക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ഒരു റഫറൽ കമ്മീഷൻ ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ
ഇവിടെ നമുക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയതിലൂടെ അവരെ നല്ല രീതിയിൽ എംപവർ ചെയ്യിക്കാൻ സാധിച്ചു കഴിഞ്ഞാല്, അവരെ അവരുടെ ആഗ്രഹത്തിനൊത്ത് വളർത്താൻ സാധിപ്പിച്ചു കഴിഞ്ഞാല്, അവരിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റഫറൽ കമ്മീഷൻ കിട്ടുന്ന ഒരു പ്രോസസ് ഈ ഒരു പ്രൊജക്റ്റിനകത്തുണ്ട്, ഈ ഒരു ഫോർജ് റിവോൾവിനകത്തുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീഫ്രെയിം ഇൻ യുവർ ലൈഫ്. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നമ്മുടെ റിയൽ ലൈഫിനകത്ത് നമ്മുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, റീഫ്രെയിം ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ ഒരുപാട് നെഗറ്റീവ് ചിന്തകളുള്ള ആൾക്കാരാണ് നമ്മളിൽ ബഹുഭൂരിഭാഗവും. ഞാനും പലപ്പോഴൊക്കെ നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോ പലരും ചിലപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇതിനെ ഏറ്റെടുത്തിട്ട് റഫറൻസ് ഒക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, എംപവർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അവരെ ഓരോ വ്യക്തികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ കുടുങ്ങിപ്പോയി എന്നുള്ള ഒരു ചിന്ത എന്ത് വേണ്ട, നിങ്ങൾ ഒരാൾക്കും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങളിപ്പോ കുടുങ്ങി പോയിട്ടല്ല ഉള്ളത്. നിങ്ങളിവിടെ എന്താണ്, നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു കമ്മിങ് ബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളിവിടെ ഫോർജ് റൈസിനകത്ത് നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, അതിന്റെ കാരണം ചിലപ്പോ നിങ്ങൾക്ക് ഒരു $50 റഫറൽ പോലും ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്ന സമയത്ത് അവിടെ 5000 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു വ്യക്തിക്കും ഒരു $15 എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രിയെങ്കിലും കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഏറ്റവും മിനിമം ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? അത് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഏറ്റവും മിനിമം ഒരു $15 ഞാനൊരു അടുത്തൊരു 30 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഫോർജ് റിവോൾവ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വന്ന് അടുത്ത 30 ദിവസത്തിനുള്ളിൽ മിനിമം $15 ഞാൻ ഒരു 10 പേരെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിക്കുമെന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക്, ആ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ആരൊക്കെ ഇതിൽ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആരൊക്കെ ഇതിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഫോർജ് റൈസിനെ കാത്തിരിക്കുന്നുണ്ട്, ഫോർജ് റിവോൾവിനെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരുപാട് പേര് അല്ലെ ചറപ്പറ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ കുടുങ്ങിപ്പോയി എന്ന് വല്ല ചിന്തയും നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങളുടെ കമ്മിങ് ബാക്കിന്റെ സമയമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തിരിച്ചുവരവിനുള്ള ഒരു സമയമാണ്. ആ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള അവസരങ്ങളുണ്ട്. പല തരത്തിൽ ഈ ഒരു പ്രൊജക്റ്റിനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഒരാളും തന്നെ ഫോർജ് റൈസിന് എന്ത് ചെയ്യുന്നില്ല, തഴയുന്നില്ല. കാരണം എന്താണ്, ഫോർജ് റൈസ് നമുക്ക് ചേർത്ത് പിടിക്കേണ്ട കാര്യമാണ്. ഫോർജ് റൈസിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിന്റെ കൃത്യതയോട് കൂടിയിട്ടുള്ള ഗ്ലോബൽ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് ഇതിനെ ഒരു കോംബോ പാക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കോംബോ പാക്കായിട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് നല്ലൊരു കമ്മിങ് ബാക്കിലൂടെ നമുക്ക് നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികളാക്കിയിട്ട് മാറ്റാൻ പറ്റും നമുക്ക് ഓരോ വ്യക്തികൾക്കും. അതിൽ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഫോർജ് റൈസിന്റെ ഗ്ലോബൽ ഷെയർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അത് എന്റെ കൂടെ വരുന്ന വ്യക്തികൾക്ക് ആ ഒരു ഗ്ലോബൽ ഷെയറിന്റെ ടേസ്റ്റ് ഞാൻ അനുഭവിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫോർജ് റൈസിന്റെ 3 ലെവൽ കോൺട്രാക്റ്റുകളെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, തൊട്ടപ്പുറത്ത് നിങ്ങൾ ഈ ഒരു ഫോർജ് റിവോൾവ് വന്നു കഴിഞ്ഞാല് അതിലൊരു 4 ലെവൽ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ജസ്റ്റ് $190 ഉള്ളൂ. നമ്മളിൽ പലരും $1050 ക്ലോസിംഗ് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമുക്കിവിടെ 190ഉം 300 എന്ന് പറയുന്നത് ആ ഫോർജ് റൈസിനകത്ത് ഒരു 3 ലെവൽ കോൺട്രാക്റ്റും ഫോർജ് റിവോൾവിനകത്ത് നമുക്കൊരു 4 ലെവൽ കോൺട്രാക്റ്റും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് $490 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് അതിന്റെ മുടക്ക് മുതലായിട്ട് വരുന്നുള്ളൂ. ഒരു പുതിയ വ്യക്തി ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറി വരുമ്പോൾ $490 എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ആ ഒരു വ്യക്തിയെ കൊണ്ട് മുടക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? $490 ഈ ഒരു ലെവലിൽ നിങ്ങൾ ആ ഒരു കോംബോ പാക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാല് അവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം $261 ആണ്. എത്രയാണ്? $261 നിങ്ങൾക്ക് ആ ഒരു $490 പ്ലാൻ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും.
ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള PDF നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ വർക്ക് ചെയ്യാനുള്ള സമയമാണിത്. ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുക. ഞാൻ എന്റെ സ്ട്രാറ്റജിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ നെക്സ്റ്റ് ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു 5 ലെവൽ ഫോർജ് റിവോൾവ് എടുത്തുകൊണ്ട് ഒരു 3 ലെവൽ ഫോർജ് റൈസ് എടുത്തുകൊണ്ട് ഒരാൾക്ക് ഇതിലേക്ക് കയറി വരണമെങ്കിൽ ജസ്റ്റ് എത്രയേ വേണ്ടുള്ളൂ? ഒരു 390 ഒരു 300 എന്ന് പറയുമ്പോൾ എത്രയാണ്? 390 300 എന്ന് പറയുമ്പോൾ കണക്കറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഓക്കെ, 690 300 390 690 ഓക്കെ. അപ്പൊ ഈ ഒരു 690 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു 65,000 രൂപയുടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്ന അവസരമാണ്. പക്ഷെ അതിലൂടെ നമുക്ക് എന്തുണ്ട്? നല്ല രീതിയിൽ ഒന്നുകൂടെ വരുമാനം കിട്ടാനുള്ള അവസരമുണ്ട്. എത്രയാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് കയറുന്നത്? എത്രയാണ്? ഞാൻ ഈ പറഞ്ഞ $260 ആണെങ്കിൽ അപ്രോക്സിമേറ്റ് $261 കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $261 ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു 5 ലെവലാണ് ഫോർജ് റിവോൾവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെറിയ രീതിയിലൊരു മാറ്റമുണ്ട്. എത്രയാണെന്നറിയോ? $690 നമ്മൾ ഒരു 3 ലെവൽ ഈ ഒരു കോൺട്രാക്റ്റും ഫോർജ് റൈസും ഒരു 5 ലെവല് നമുക്ക് ഈ ഒരു ഫോർജ് റിവോൾവും കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അതിന്റെ ഇൻകത്തെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉള്ളവർക്കൊന്ന് പറയാട്ടോ. ഇത് നിങ്ങളുടെ സമയമാണ്. ആ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. എല്ലാവരും അവരുടെ അറ്റൻഷൻ ഇവിടെ തന്നെ കൊണ്ടുവരാം. അറിയോ? ആർക്കെങ്കിലും അറിയോ? $690 ഒരു ബിസിനസ് കൊണ്ടുവരുമ്പോൾ $420 നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് നോക്കിക്കാണാം? നമുക്ക് വന്നു ചേർന്നിട്ടുള്ള അവസരത്തെ നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഇപ്പൊ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുക? മാറ്റുക. അതിനൊക്കെ എന്ത് ചെയ്യുക? നമ്മളൊന്ന് റീഫ്രെയിം ചെയ്യുക. നമ്മുടെ റിയൽ ലൈഫാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏകദേശം 40,000 രൂപയാണ് നമുക്ക് ഒരു 65,000 രൂപയുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നത് ഏകദേശം 40,000 രൂപയോളാണ്. ആ 40,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതോടൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട് അല്ലെ? ഒരു 25% ടോക്കൺസ് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതെവിടുന്ന കളക്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ആ 25% നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫോർജ് റൈസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോർജ് റൈസിനെയും ഫോർജ് റിവോൾവിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 തോണിയിലും കാലിടാന്നുള്ളതാണ് അല്ലെ? നമ്മൾ പലരും പറയും 2 തോണിയിൽ കാലിട്ടാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്നുള്ളത്. പക്ഷെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയില് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ അതിന്റെ ലീഡേഴ്സ് അതിനെ നല്ല രീതിയിൽ തുഴയുന്നുണ്ടെങ്കിൽ നമുക്ക് 2 തോണിയിലും കാലിട്ടിട്ട് എന്ത് ചെയ്യാം? നീന്താം. നമുക്ക് ആ ഒരു 2 തോണിയിലും കാലിട്ട് നീന്താം. ഏതൊക്കെയാണ് ആ 2 തോണികള്? ഫോർജ് റിവോൾവും ഫോർജ് റൈസും. ആ 2 തോണിയിലൂടെയും കാല് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു തോണിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള ഏതൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഓരോ വ്യക്തികൾക്കും വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ് അല്ലെ? ഒരുപാട് പേര് അവരുടെ വീട്ടിനകത്ത് സമാധാനം ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, കടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ആ സാമ്പത്തികത്തിലേക്ക് ആ ഒരു 2 തോണിയിലും കാലിട്ടുകൊണ്ട് നിങ്ങളെ ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചു തരാനായിട്ട് ആരുണ്ടാവും? ഇവിടെ എംപവർ കമ്മ്യൂണിറ്റി ഉണ്ടാവും, എംപവറിന്റെ ലീഡേഴ്സ് ഉണ്ടാവും, അതിന്റെ ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ഉണ്ടാവും, അതിന്റെ കിങ് സർക്കിൾ ഉണ്ടാവും, അതിന്റെ കിങ് മേക്കേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ഓരോ വ്യക്തികളും ആ ഒരു ലെവലിൽ അതിന്റെ കിങ് സർക്കിളിലേക്കും കിങ് മേക്കേഴ്സിലേക്കും എത്തേണ്ട ആൾക്കാരാണ്. ആ ഒരു ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ചിന്തകളെ റിയൽ ലൈഫിൽ എന്ത് ചെയ്യുക? മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും അധികം ഞാൻ ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് കാത്തിരിക്കുന്ന, ഇതിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കാത്തിരിക്കുന്നത് അല്ലെ? ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നിട്ടാണ് ഇവരെല്ലാരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പ്രതിസന്ധിയൊക്കെ ഞാൻ പറയുന്നു അടുത്തൊരു 53 ദിവസത്തിനുള്ളിൽ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് ഡേയില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു
ആ ഒരു ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? 4G റിവോൾവ് വരുന്ന ആ ഒരു ഫസ്റ്റ് ഡേയിൽ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വീടൊക്കെ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പറമ്പൊക്കെ എടുത്തിട്ടുണ്ടാവും. ആ പറമ്പ് എടുത്തിട്ടതിന് ശേഷം നമ്മൾ അവിടെ എന്ത് ചെയ്യും, അവിടെ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോ ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം പല കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു എന്താ പറയാ തറ ഇടാൻ വേണ്ടിയിട്ട്, ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ കുഴിയൊക്കെ എടുത്ത് ആ ഒരു ഫൗണ്ടേഷനൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇടാൻ വേണ്ടി തയ്യാറാവും അല്ലെ. ഫൗണ്ടേഷൻ ഇല്ലാണ്ട് ഒരു വീടോ ഒരു ബിൽഡിങ്ങോ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഇല്ലാണ്ട് ഇടാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇല്ലാതിരുന്നാല് തകർന്നു പോകും അല്ലെ. ശരിയല്ലേ? തകർന്നു പോകൂലേ? ഒരു ഫൗണ്ടേഷനും ഇല്ലാതെ നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ വീട് പൊക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു നോർമൽ ആയിട്ട് ഒരു ഇഴഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ആ ഒരു നോർമൽ ഇതിലുള്ള ആ ഒരു മണലിലാണ് നമ്മൾ ആ ഒരു ബിൽഡിങ് പൊക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 100% തകർന്നു വീഴും അല്ലെ. പക്ഷെ നമ്മൾ കൃത്യമായി നമുക്കൊരു പ്രോപ്പർട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൽ എനിക്ക് കൃത്യമായി നല്ലൊരു തറപ്പണി നടത്തണം, ആ ഒരു തറ ഞാൻ ഇടാൻ എനിക്ക് എത്ര ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്, ഒരു തറപ്പണി ഒരു 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ തറ ഇടാൻ നമുക്ക് ഏകദേശം എത്ര രൂപ ചെലവ് വരും? ഒരു 1500 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു വീടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. 1500 സ്ക്വയർ ഫീറ്റിന്റെ വീടിന് നമുക്ക് തറയിടാൻ അപ്രോക്സിമേറ്റ് അല്ലെ, നമ്മളിൽ ഒരുപാട് പേര് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, വീട് പണിയിപ്പിച്ചിട്ടും അല്ലെങ്കിൽ പണിത് കൊടുത്തിട്ടും ഒക്കെ അല്ലെ. അപ്രോക്സിമേറ്റ് ഒരാൾ പറയുന്നു 2 ലക്ഷം രൂപയാന്ന്, നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റിന് നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപയാണ് പറയുന്നത് അല്ലെ. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു $3090 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നമ്മുടെ ഇതുവരെ കണ്ടിരുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീടിന് നമ്മളൊരു ഫൗണ്ടേഷൻ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു 3 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കുക, നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വളരെ മികച്ചൊരു ഫൗണ്ടേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഡേയിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിന്റെ $3090 എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിന്റെ സകലമാന കോൺട്രാക്റ്റുകൾ, ഇതിന്റെ 8 ലെവൽ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ ഇവിടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റില് ഈ ഒരു ഫോർജ് റിവോൾവിന്റെ അകത്ത് നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു ഫൗണ്ടേഷൻ ഇടാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പുണ്ട്. ഞാൻ ഈ ഒരു ഉറപ്പ് തരുന്നത് വെറുതെ അല്ല, ആ ഒരു ഉറപ്പ് തരുന്നതെന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അഹോരാത്രം കഷ്ടപ്പെടാൻ ഞങ്ങൾ ഓരോരുത്തരും റെഡിയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും റെഡി ആവുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഡേയില് ഒരു $3090 കൊടുത്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ 8 ലെവൽ കോൺട്രാക്റ്റുകൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 100% ഞാൻ പറയും, നിങ്ങളവിടെ ഒരു തറപ്പണിക്ക് മാറ്റിവെച്ച പൈസ പോലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ എടുത്തിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നത്, ഞാൻ അത്തരത്തിൽ റിസ്ക് എടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, എനിക്ക് വിജയിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ വിജയിച്ചത് ഒരിക്കലും എൻ്റെ മാത്രം വരുമാനം ക്രിയേറ്റ് ചെയ്തത് കൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൂടെ വന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സക്സസ്ഫുൾ ആണെന്നുള്ളത്. അല്ലാതെ അവിടെ ഒരിക്കലും ഒരു സാമ്പത്തികം മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഫൗണ്ടേഷന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു 3 ലാക്ക് വരുന്ന ആ ഒരു $3090 എത്ര രൂപയാണോ INR വരുന്നത്, ആ ഒരു INR നിങ്ങൾ റെഡിയാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഒരു തറപ്പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാറില്ല അല്ലെ. പലരും പ്രതിസന്ധിയിലാണ്. 1 വർഷം 2 വർഷം ചിലപ്പോൾ 3 വർഷം 4 വർഷമൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ വീടിന്റെ പണി പൂർത്തീകരിക്കുന്നുണ്ടാവുക. ശരിയല്ലേ? ഇതിൽ പലർക്കും അനുഭവം ഉണ്ടാവും. 1 വർഷത്തിൽ കൂടുതലൊക്കെ അല്ലെങ്കിൽ 2 വർഷം 2.5 വർഷവും ഒക്കെ എഫേർട്ട് എടുത്തുകൊണ്ടായിരിക്കും പലരും എന്ത് ചെയ്യുന്നുണ്ടാവുക, അവരുടെ വീട് പണി പൂർത്തിയാക്കിയിട്ടുണ്ടാവുക. ശരിയല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നോ പറയുന്ന ആരെങ്കിലും നോ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് അവർ ചിലപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ജസ്റ്റ് എന്താ പറയാ
ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവർ ചിലപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കണമെന്ന് കരുതിയിട്ട് കാണുന്നതോ, അതോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നോ പറയുന്നുണ്ടാവുക. പക്ഷെ യെസ് പറയുന്ന ആൾക്കാർ 1 വർഷവും 2 വർഷവും ഒക്കെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് അവരവരുടെ വീട് പണി പൂർത്തീകരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കോയിൻ ഫോർജിനകത്ത്, ഈ ഒരു ഫോർജ് റിവോൾവിനകത്ത് നിങ്ങൾ ഒരു $3090 മുടക്കുകയാണെങ്കിൽ 100% ഞാൻ പറയും ആ ഒരു 6 മന്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ അവസരവും എന്തുണ്ട്, ഇവിടെ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾ വിജയിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 6 മന്ത് കൊണ്ട് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഉയരത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം, നമ്മുടെ മക്കളുടെ ജീവിതം അല്ലെ, നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ മാറണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഇതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് മാറണം, നമ്മുടെ ചിന്താഗതി മാറണം. ഓക്കെ, ആ ഒരു ലെവലിൽ നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ ചിന്താഗതി മാറ്റിക്കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി എന്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള അവസാന മാർഗം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് നിങ്ങളെ വിജയിപ്പിക്കും എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു കണ്ണുനീര് കണ്ടാലോ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തി തളർന്നു പോകുന്നുണ്ടെങ്കിലോ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാറുണ്ട്. ആ ഒരു ഉറപ്പ്, ആ ഒരു വിശ്വാസം തന്നെയാണ് ഓരോ വ്യക്തികൾക്കും ഈ തരുന്നത്. നിങ്ങൾ അതിന്റെ ഫൗണ്ടേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെച്ചോ, അതിന്റെ മുകളിൽ വീട് പണി തയ്യാറാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വീട് പണി പൂർത്തീകരിക്കുക എന്നുള്ളത്, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഹൗസ് ആയിട്ടല്ല ഒരു ഹോം ആയിട്ട് മാറ്റും. ഓക്കെ, ഒരു ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഒരു ഹൗസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. പക്ഷെ അതൊരു ഹോം ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ സ്വപ്നം കണ്ടതുപോലെ നമുക്ക് നല്ല രീതിയിൽ സ്നേഹമുള്ള, നല്ല രീതിയിൽ സമാധാനമുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു ഹോമായിട്ട് മാറുക. നമ്മളിൽ എത്ര പേരിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ നമ്മുടെ വീടിനകത്ത് ഇതുപോലെ എരിഞ്ഞു തീരുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ആ എരിഞ്ഞു തീരാനായിട്ടാണോ നമ്മൾ ഇനിയും ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ ഓരോ വ്യക്തികളും ആഗ്രഹിക്കും. ഞാൻ ആ ഒരു രീതിയിൽ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു നിലയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേര് അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? കൈപിടിച്ച് അവരെ ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫൗണ്ടേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ മനോഹരമാക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ഭവനം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തീർക്കാന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യാണ്? ഉറപ്പ് തരുകയാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാലും, എത്രയൊക്കെ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും, ആ ബുദ്ധിമുട്ടുകളെയൊക്കെ ഞാൻ എന്ത് ചെയ്യും? അതിനെയൊക്കെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അല്ലെ, നമ്മൾ ഒരിക്കലും ഇവിടെയൊക്കെ നമുക്ക് ഒരിക്കലും നമ്മുടെ കായിക ശക്തി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഇച്ഛാശക്തിയാണ്. നമ്മുടെ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാല് നമ്മുടെ മുന്നിൽ വരുന്ന എന്ത് പ്രതിസന്ധികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറികടക്കാൻ പറ്റും. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു തോന്നൽ എന്ത് വേണ്ട, നിങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സ്പോൺസേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് മുകളിൽ കിങ് സർക്കിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കാം. അവരിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിങ് മേക്കേഴ്സിനെ അറിയിക്കാം. അവരിൽ നിന്നും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ഉണ്ട്. ഈ ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുള്ള കാര്യം 100% എന്താണ്? ഉറപ്പാണ്. ഇവിടെ നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഇവിടെ നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഇവിടെ ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ബിൽഡ് ചെയ്യും, ഇവിടെ ഞാൻ എന്ത് വില കൊടുത്തും എൻ്റെതായിട്ടുള്ള ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുമെന്ന്, ഒരു കിങ്ഡം സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തോൽപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല. നിങ്ങൾ ആ ഒരു ഇച്ഛാശക്തിയോട് കൂടിയിട്ട് ആ ഒരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല്, നമ്മൾ പരാജയപ്പെട്ടടുത്ത് നമ്മൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ പരാജയപ്പെട്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താ അറിയോ?
നമ്മൾ ശ്രമിച്ചത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഉള്ളില് ഞാൻ എന്ത് വില കൊടുത്തും ബിൽഡ് ചെയ്തിരിക്കും. എന്റെ പരാജയങ്ങളെ നോക്കി കളിയാക്കിയവരുടെ മുന്നിൽ ഒരു ദിവസം ഞാൻ അന്തസ്സോടു കൂടി തലയുയർത്തി നിൽക്കുന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ, ഈ ഒരു ചിന്താഗതിയിലേക്ക് ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നും അറിയുന്നില്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് പലർക്കും അല്ലെ. ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇവിടെ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇവിടെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇവിടെ ക്രിപ്റ്റോ കറൻസി എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇവിടെ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് എന്താന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താ അറിയോ, ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാല് നമ്മൾ പരാജിതരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായിട്ട് മാറും. പക്ഷെ അതിന് പകരം എന്ത് വില കൊടുത്തും ഞാനിത് പഠിച്ചെടുക്കും. കാരണം എൻ്റെ മുന്നില് ഞാൻ പരാജയപ്പെട്ട സമയത്ത് എന്നെ കളിയാക്കി ഒരുപാട് പേരുണ്ട്. അവരുടെ മുന്നിൽ എനിക്ക് വിജയിക്കണമെങ്കിൽ 100% ഞാനിത് പഠിച്ചെടുത്തേ തീരൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ ഈ ഒരു കാര്യം പഠിച്ചെടുക്കും എന്നുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാല്, അവിടെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ പടി എന്ന് ഞാൻ പറയും. ഓക്കെ, ആ ഒരു വിജയത്തിന്റെ പടികൾ ചവിട്ടാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. ആ ഒരു വിജയത്തിന്റെ ആദ്യ പടി ചവിട്ടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബാക്കിയുള്ള ഓരോ പടികളിലും കൈ പിടിച്ചുയർത്തി അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന കാര്യം പറയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ അല്ലെ, നമ്മുടെ സ്റ്റെപ്പ് റീഫ്രെയിം എനി തോട്ട്, എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ, ഏതൊരു ചിന്ത ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലേക്ക് പല കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ 4G റൈസ് കഴിഞ്ഞു, നമ്മൾ 4G റിവോൾവിലേക്ക് എത്തിയ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യം കേട്ട സമയത്ത് നമുക്ക് എന്താ തോന്നിയത്? എല്ലാവരും എന്താ വിചാരിച്ചത്? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്ക് തോന്നിയ കാര്യം പറയണം. 4G റിവോൾവ് വരുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ സ്ലൈഡ് വന്ന സമയത്ത് നമുക്ക് എന്താ തോന്നിയത്? നിങ്ങൾ ഓരോ വ്യക്തികളും സത്യസന്ധമായിട്ട് പറയുകയും കഴിഞ്ഞാല് ഞാൻ എന്തായാലും കമന്റ് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. സൂപ്പർ ആണെന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട്. സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ഇതൊന്നുമല്ല ആൻസർ. കൺഫ്യൂഷൻ അല്ലേ? നമ്മളവിടെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ഒരു 4G റിവോൾവ് വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇല്ലാതെ ആരും പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ കൺഫ്യൂഷൻ ആയിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരിക, എന്താണ് ഇതിൽ ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് പോവുക, എങ്ങനെയാണ് നമുക്ക് അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുക, ഇത് ചിന്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരോടും നുണ പറയേണ്ട കാര്യമില്ല. നമ്മളെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് നുണ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തന്നെ നുണ പറയുക എന്നുള്ളതാണ്. നമുക്കത് ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4G റിവോൾവിന്റെ ആ ഒരു സ്ലൈഡ് എത്തിയ സമയത്ത് നമ്മളെല്ലാവരും പോസ് ആയിരുന്നു. എന്തായിരുന്നു? നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4G റിവോൾവ് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? പോസ് ചെയ്തു. ശരിയല്ലേ? പോസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്തത്? പോസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിച്ചു. ഇത് നമുക്ക് വല്ലതും പറ്റുന്ന പണിയാണോ, അല്ലെ ഇത് നമ്മൾ ചെയ്യണം? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും, 100% വന്നിട്ടുണ്ടാവും. കാരണം എനിക്ക് വന്ന കാര്യം ഞാൻ പറയുന്നു. ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പെർസ്പെക്റ്റീവിൽ കൂടി, അവരുടെ കാഴ്ചപ്പാടിലൂടെ കൂടെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ളവരെ കാണാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ 100% ഉറപ്പിച്ച് പറയും, ഇവിടെ ഈ ഒരു സാധനം വന്ന സമയത്ത്, 4G റിവോൾവ് വന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് പോസ് ആയിട്ടുണ്ട്. ഓട്ടൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് അവിടെ സ്റ്റക്കായി. ഇനി എന്ത് ചെയ്യണം അല്ലെ? നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട 3 സ്റ്റെപ്പേ ഉള്ളൂ. നമ്മളെ റീഫ്രെയിം ചെയ്യാനായിട്ട്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആദ്യം അനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ പോസാണ്. ആ ഒരു പോസ് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും. എന്താണ് ആ ചോദ്യം? എന്താണ്? ഇത് ഞാൻ ചെയ്യണോ? ഇത് ഞാൻ ചെയ്യണ്ടേ? ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നഷ്ടം വരുമോ? ഇത് ഞാൻ ചെയ്താൽ എനിക്ക് ലാഭം കിട്ടുമോ? അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം വരും?
ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഫോർജ് റിവോൾവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വ്യക്തികളും മാറാൻ തയ്യാറായിട്ടുണ്ട് അല്ലെ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് മാറാൻ തയ്യാറായിട്ടുണ്ട്, ഒന്ന് അഡ്രസ് ചെയ്യാവോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഫോർജ് റിവോൾവ് വന്നു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തു ഞാൻ അത് അടിക്കുമെന്ന് അത്രയും പ്രതിജ്ഞ എടുത്തിട്ട് മാറാൻ തയ്യാറായിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ോട് കൂടിയിട്ട് നമ്മുടെ മുന്നിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ പോസ്റ്റിനെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലൂടെ അത് ഞാൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾ ഓരോ വ്യക്തിയും തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർജ് റൈസും ഫോർജ് റിവോൾവും ഇതിലൂടെ നമുക്ക് അതിന്റെ ഫുൾ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അതിന്റെ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ റോയാലിറ്റി എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ തോണിയിൽ കൂടി നമുക്ക് കാലിടാൻ പറ്റും. മൂന്നാമത്തെ തോണിയിൽ കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാനൊക്കെ ഒരു തീരപ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഞാൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉദാഹരണത്തോടു കൂടി ഞാൻ പറയാം. കാരണം നിങ്ങൾ കടലിൽ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു വള്ളം കാണാൻ പറ്റും അല്ലെ. പക്ഷെ അതിന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു കയറ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് തൊട്ട് പിറകിലായിട്ട് അതിനെ ചേർത്ത് നിർത്തുന്ന ഒരു 2-3 വഞ്ചികൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ എന്തുണ്ട്, നിങ്ങൾ ആ ഒരു 3 വഞ്ചിയിലും നിങ്ങൾക്ക് നിറച്ച് മീൻ നിറക്കാനുള്ള അവസരം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എല്ലാവരും ലോവർ ഹാൻഡ് ചെയ്തോട്ടാ. ആ ഒരു 3 വഞ്ചിയിലും നിങ്ങൾക്ക് മീൻ നിറക്കാനുള്ള നല്ല അവസരം ഉണ്ടെന്ന് വിചാരിക്കുക. തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, അതിനെ നയിച്ചു കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ലൈലൻഡ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഓക്കെ, വലിയ രീതിയിലുള്ള വള്ളം. ആ ഒരു വള്ളം എന്ന് പറയുന്നത് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിറക്കേണ്ട മീനുകൾ നിങ്ങൾ ഓരോരുത്തരുടെ വരുമാനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രീതിയിലേക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ആ ഒരു 3 തോണിയിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന മത്സ്യങ്ങൾ കിട്ടുമെങ്കിൽ നമ്മുടെ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനകത്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്, ഫോർജ് റൈസിലൂടെയുള്ള വരുമാനം, ടോക്കൺസ്, അതുകൂടാതെ ഫോർജ് റിവോൾവിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന റഫറൽ കമ്മീഷൻ, അതുകൂടാതെ നമുക്ക് റോയാലിറ്റിയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആസ്വദിക്കാൻ വേണ്ടി തയ്യാറാവുക. നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടവർക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഓരോ വ്യക്തികൾക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ ഇത് പഠിച്ചെടുത്തുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിന്റെ ഏറ്റവും മികച്ച പെർഫോമർ ആയിട്ട് നമ്മൾ മാറുന്നുള്ള ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യുക, മാറ്റുക. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഷിഫ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ മാറാൻ തയ്യാറാവണം. ഓക്കെ, നമ്മുടെ ഓരോ വ്യക്തികളെയും ചിന്ത മാറുമ്പോഴാണ് എന്ത് ചെയ്യുക അല്ലെ, നമ്മൾ ഓരോ വ്യക്തിയുടെയും ചിന്ത. ഇപ്പൊ ഈ ഒരു 7 AM ക്ലബിൽ തുടക്കത്തിൽ അറ്റൻഡ് ചെയ്തിരുന്ന അതേ ഒരു കൗണ്ട് ഏകദേശം ഒരു 300ഓളം പേരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ മാറ്റാൻ തയ്യാറായത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 100% ഞാൻ പറയും. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ മുൻകൂറായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ജാമ്യം പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം വേണ്ടി വരുന്നുള്ളത്. മനുഷ്യന്മാരാണ്, നമ്മുടെ ചിന്തകൾ എപ്പോഴും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും അല്ലെ. ശരിയല്ലേ? നമ്മുടെ ഓരോ വ്യക്തികളെയും ചിന്ത തൽക്ഷണം മാറുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്ത വരും, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വികാരം വരും, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രവർത്തനം വരും. അതിനാണ് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുക. എന്താണ്, നമ്മുടെ ചിന്തയെ, നമ്മുടെ തോട്ടിനെ നമ്മൾ അതിനെ ഒരു ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഒരു കൃത്യമായ ആക്ഷൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇവിടെ സുഭാഷ് ബ്രോനെ പോലെയുള്ള ആൾക്കാരൊക്കെ ആ ഒരു ചിന്തയിലൂടെ ആ ഒരു വൈകാരികമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞാൽ, അതിലൂടെ കൃത്യമായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ 100% എന്ത് ചെയ്യാൻ പറ്റും, ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ഇവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം 100% ഷുവറാണ്. നമ്മുടെ ചിന്താഗതി മാറുന്നിടത്തു നിന്നാണ് അല്ലെ. നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ ചിന്താഗതി മാറുന്നിടത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ വിജയത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബിസിനസ് ലൈഫിൽ ഇതിനെ കൃത്യമായിട്ട് എങ്ങനെയാണ് റീഫ്രെയിം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിനകത്ത് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരുപാട് പേര് നമുക്ക് നെഗറ്റീവായിട്ട് അല്ലെ, നമ്മൾ പറയുന്ന പ്ലാൻ പറയാനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒബ്സ്റ്റാക്കിൾ നമ്മൾ നിരസിക്കുന്നുണ്ടാവും.
പക്ഷെ ആ ഒരു കാര്യത്തെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ മാത്രം എടുക്കുക. ഓക്കെ, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എന്തൊക്കെ റിജക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും അതിനെ ഞാൻ ഹാൻഡിൽ ചെയ്യും. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഞാൻ കൃത്യമായിട്ട് വിനിയോഗിക്കും. കാരണം ഇന്ന് എനിക്ക് വരുന്ന ഏതൊരു ചലഞ്ച് ഉണ്ടെങ്കിലും ആ ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതെന്തായാലും ചെയ്തിരിക്കും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ 100% പറയുന്ന ഒരു കാര്യം, ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഈ 100% റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അത് അത്രയും 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 ബ്ലൈൻഡ് ആയിട്ട് അതിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാമിന് അല്ലെ. ഞാൻ അതിനെ 100% ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നതിനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ 4G റിവോൾവ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ അത്തരത്തിൽ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിൽ ബ്ലൈൻഡായി വിശ്വസിച്ചിട്ട് നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ കൂടെയുള്ളവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അതിൽ നിന്നൊക്കെ ഒരു സെൽഫ് മോട്ടിവേഷനിലൂടെ നമുക്ക് ഉയർന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളുകളിൽ നമ്മൾ ഓരോ വ്യക്തികളും എന്തായി മാറും, മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് മാറും. ഒരിക്കലും ഒരു മോട്ടിവേഷൻ കൊടുത്തതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര പേരുടെ മൈൻഡിൽ നിൽക്കുമെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഞാനിത് ഒരിക്കലും ഒരു മോട്ടിവേഷന്റെ പുറത്ത് പറയുന്ന കാര്യമല്ല. ഓക്കെ, ഇത് നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ സക്സസ്ഫുൾ കണ്ടിട്ട് മറ്റുള്ളവർ ഇൻസ്പയർ ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും ചേസ് ചെയ്യാതെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന വ്യക്തികളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മൾ എന്നും നമ്മൾ ഒരു റഫറലിന് വേണ്ടിയിട്ട് പിന്നാലെ ഓടുന്നതിന് പകരം നമ്മുടെ അടുത്തേക്ക് എങ്ങനെ റഫറൽസിനെ കൊണ്ടുവരാം, നമ്മുടെ അടുത്തേക്ക് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറ്റി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ ഇടുന്ന വസ്ത്രം, നമ്മൾ ധരിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, ഇത്തരത്തിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു 1-2 വർഷം മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറായി കഴിഞ്ഞാൽ, അവിടെ നമുക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നിക്കഴിഞ്ഞാല്, കുടുംബക്കാർക്ക് തോന്നിക്കഴിഞ്ഞാല്, സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് തോന്നിക്കഴിഞ്ഞാല്, സ്വന്തം കുടുംബത്തെ ഭാര്യക്ക് തോന്നിക്കഴിഞ്ഞാല്, തന്റെ ഭർത്താവിന് തോന്നിക്കഴിഞ്ഞാല് അവരതിൽ ഇൻസ്പയർ ആവും, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ എന്തുണ്ട് നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് നിലവിലുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയും, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പല വീട്ടമ്മമാരും ഇന്ന് വീടിനകത്തിരിക്കുന്നതിന് പകരം വീടിന് പുറത്താണ് അല്ലെ. അതിന്റെ കാരണം എന്താണ്, അവരുടെ ഭർത്താക്കന്മാര് തുടക്കത്തിൽ അവരെ എതിർത്തിരുന്നെങ്കിൽ അവരിലൂടെ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്, ആ ഭർത്താവിന് അതൊരു സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഷാജഹാൻ അബൂബക്കർ സാർ എന്ത് ചെയ്തു, ഒരു ദിവസം ഒരു കാര്യം പറഞ്ഞു, എന്താണ്, കുളിച്ചിട്ട് കയറണം എന്ന് പറഞ്ഞു അല്ലെ. അദ്ദേഹം പിറ്റേ ദിവസം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ കുളിച്ചിട്ട് നേരെ മുകളിലേക്ക് ഓടാണ്, അപ്സ്റ്റെയറിലേക്ക്. ആ സമയത്ത് ഭാര്യ ചോദിച്ചു എവിടേക്കാണ് ഈ ഓടുന്നത് എന്നുള്ളത്. അവിടെ പോയപ്പോഴാണ് കാണുന്നത് എന്ത്, ഭാര്യ ഈ ഒരു സൂം മീറ്റിംഗ് എടുക്കുന്ന കാര്യം. പക്ഷെ അവിടെ എന്ത് ചെയ്തു, ആ ഭാര്യ അവിടെ പോസിറ്റീവായിട്ടാണ് നിന്നത്. കാരണം എന്താണ്, എന്റെ ഭർത്താവ് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഭർത്താവ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്, എന്റെ ചുറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എന്റെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു രീതിയിലേക്ക് അവിടെ ആ ഒരു സപ്പോർട്ടിങ് മെന്റാലിറ്റി വന്നിട്ടുള്ളത്. അത് അവർ നമ്മളിൽ ഇൻസ്പയർ ആയതുകൊണ്ടാണ്. അത്തരത്തില് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ, നമ്മളെ കല്ലെറിഞ്ഞ ആൾക്കാർ, നമ്മുടെ വിജയം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ അഭിവൃദ്ധി കണ്ടിട്ട് അവരെല്ലാവരും നമ്മളെ ഇൻസ്പയർ ആയിക്കൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, മാറ്റാൻ സാധിക്കണം. ആ രീതിയിൽ എല്ലാവർക്കും മാറ്റാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ നമ്മൾ സ്വയം ചോദിക്കുക അല്ലെ. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ഐ ആം ദ ബെസ്റ്റ് എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അറിയുന്നുണ്ടാവും, ചിലപ്പോ അയാളെക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ കുറ്റം പറയുന്നതിന് പകരം ഞാനാണ് ബെസ്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ട്, ഞാൻ തന്നെയാണ് ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കഴിഞ്ഞാല് അതിനെ വെല്ലാൻ വേറെ ആരുമില്ല. നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, നമ്മളോട് തന്നെ പറയുക. കണ്ണാടിയിൽ നോക്കുക, ഒരു മിറർ എഫക്റ്റ് ഉണ്ട്, നമ്മൾ കണ്ണാടിയിൽ നോക്കുക. കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോ ഐ ആം ദ ബെസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങൾ ആ ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, ഇന്ന് എനിക്ക് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. ഇന്ന് എനിക്ക് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ പല രീതിയിലുള്ള കാഴ്ചകൾ കാണും, പല രീതിയിലുള്ള കാര്യങ്ങൾ കാണും. അതിനെയൊക്കെ ഞാൻ അതിൻ്റെതായ രീതിയിൽ എനിക്ക് ആവശ്യമുള്ളതിനെ എടുത്തിട്ട് എനിക്ക് ആവശ്യമില്ലാത്തതിനെ ഞാൻ എന്ത് ചെയ്യണം,
റിജക്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടിരിക്കണം. ഓക്കെ, ചിലപ്പോ അപ്പുറത്തോ ഇപ്പുറത്തുള്ള ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, നമ്മളോട് വന്നിട്ട് പറയും, നീ കോയിൻ ഫോർജ് റിവോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പൊ ഇപ്പുറത്തുനിന്ന് നമ്മൾ പറയും, ഞാനൊന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള കേൾവികളെ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗമില്ല എന്ന് തോന്നുന്ന, നമുക്ക് 100% നെഗറ്റീവായി തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളെ റിജക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ലൈഫിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓരോ ദിവസത്തെ 7 AM ക്ലബിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റിനെ കൃത്യമായി എഴുതി പഠിച്ച് അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. എന്താണ് റീഡ്, ലേൺ, ആക്ഷൻ. ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെഷൻ ഒരുപാട് പേര് തരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് വേണ്ട കുറെ ടിപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ടിപ്സിനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ആ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% സക്സസ്ഫുൾ ആവാൻ പറ്റും. നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീവയർ ചെയ്യുക. നമുക്കിപ്പോ ആകെ എന്താ പറയാ, ഒരുപാട് ഭാഗത്തേക്കൊക്കെ റോങ് കണക്ഷൻ ഒക്കെ പോയിട്ട് അതിലൂടെ കുറെ വൈദ്യുതി പോകുന്നുണ്ട്, കുറെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ഒക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ അലൈൻ ചെയ്തിട്ട് അതിനെ കൃത്യതയോട് കൂടി കവർ ചെയ്തിട്ട് അതിൽ ഏത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ കറങ്ങണം, ഏത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തണം, ഏത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് AC പ്രവർത്തിക്കണം എന്നുള്ളത്, അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യുക, റീവയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ പോയിന്റിൽ നമ്മുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം, നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്തു കൊടുക്കണം, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കണം, നമ്മളെ വിശ്വസിച്ച് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റീവയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ എന്ത് ചെയ്യുക, തയ്യാറാവുക. ആ ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ മുന്നിലുള്ള എല്ലാ സംഭവങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അതാണ്, അതിലേക്കാണ് ഞാൻ എത്തുന്നത്. നമ്മുടെ മുന്നിൽ പല കാര്യങ്ങളും കാണും, പല നെഗറ്റീവ്സും കാണും, പല പോസിറ്റീവ്സും കാണും. അവിടെ നമ്മൾ തീരുമാനിക്കുകയാണ് അതിനെ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കണം. എന്താണ്, അയാളെ രക്ഷിക്കാനുള്ള മാർഗം ചെയ്യേണ്ടത്. നേരെ മറിച്ച് അപ്പുറത്തൊരു തല്ല് കൂടുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തിരിഞ്ഞു നോക്കരുത്. ഓക്കെ, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ അവോയ്ഡ് ചെയ്ത് പോവേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്ത് പോവുക. ആരോടും പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ ഒരു പരിഭവമോ ഇല്ലാതെ എന്റെ കാര്യങ്ങൾ ഞാൻ എന്ത് വില കൊടുത്ത് നേടിയെടുക്കുന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ എന്ത് ചെയ്യുക, റീബിൽഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ തിങ്കിങ് നിങ്ങൾ റീബിൽഡ് ചെയ്യുക. ആ ഒരു രീതിയിൽ നിങ്ങൾ റീബിൽഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വിധിയെ തന്നെ നിർണ്ണയിക്കാൻ പറ്റും അല്ലെ. പലരും പറയാറുണ്ട്, എന്റെ വിധിയാണ് എനിക്ക് പുതിയ റഫറൽ കിട്ടാത്തത്. ലാസ്റ്റ് ആണ് ഞാൻ പറയുന്നത്, എന്റെ വിധിയാണ് എനിക്ക് റഫറൽ കിട്ടാത്തത് എന്ന് പറയുന്നതിന് പകരം ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്ക് റഫറൽ കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചത് എനിക്ക് എന്തോ പോരായ്മകളുണ്ട്, ആ പോരായ്മ ഞാൻ പരിഹരിക്കണം, അത് പരിഹരിച്ചാലേ എനിക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്നുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ കാര്യത്തെയും ഓരോ വിധിയെയും നിർവചിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയെ നിങ്ങൾ റീഡിഫൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലൂടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് അതിലൂടെയാണ് ഞാൻ സക്സസ് ആയത്. അതാണ് എൻ്റെ റിയൽ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ആ ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നെ എൻ്റെ കൂടപ്പിറപ്പ് പോലെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്. നമുക്ക് ഏതൊരാളുടെ മുന്നിലും പറയണമെങ്കിൽ നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ വിധി ഇവിടെ നിർണ്ണയിക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മളൊരു സക്സസ്ഫുൾ ലൈഫിലേക്ക് മുന്നോട്ട് പോകും. അത് എന്ത് വില കൊടുത്തും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെല്ലാം ഞാൻ തരണം ചെയ്ത് അതിനെല്ലാം ഞാൻ ഓവർകം ചെയ്ത് അതിലൂടെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വിധിയെ നിർവചിക്കുക. നിങ്ങൾക്ക് എന്തായാലും എല്ലാ വ്യക്തികൾക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.